ഹലോ ഗൈസ്, അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോയില് നമ്മുടെ അലീനയും പിള്ളേരും കൂടെ നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുവാട്ടോ. അപ്പൊ നമ്മുടെ രോഹിത്തും എല്ലാവരും ഭയങ്കര അതിശയത്തോടുകൂടി നിൽക്കുക. കാരണം രേവതിക്കുട്ടി ഇത്രയും വലിയ വീട്ടിലാണോ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിശയിച്ച് നിൽക്കുവാണേ. അലീന എന്നിട്ട് രേവതിക്കുട്ടിനെ കാണുമ്പോൾ പക്ഷെ രേവതിക്കുട്ടി ഭയങ്കര എന്താ പറയാ ഉടക്കി നിൽക്കുക കേട്ടോ. കാരണം മിണ്ടുന്നൊന്നുമില്ല അലീനയുടെ അടുത്ത്. എന്താ കാരണമെന്ന് അറിയില്ല കേട്ടോ. അതെന്താണെന്ന് നമ്മുടെ രേവതിക്കുട്ടി പറയുമ്പോഴേ എപ്പിസോഡിലെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മുടെ രോഹിത് ആണെങ്കിൽ അവിടെ മടിച്ചു മടിച്ച് കാറിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇറങ്ങാൻ ഒരു മടി പോലെ നിൽക്കുന്നുണ്ട്. കാരണം തന്റെ ഇമേജ് പുറത്ത് ഇപ്പൊ അത്ര നല്ലതൊന്നും അല്ല എന്ന് നമ്മുടെ രോഹിത്തിന് നല്ല രീതിയിൽ അറിയാം. അപ്പൊ അതിന്റെ ഒരു മടി നമ്മുടെ രോഹിത്തിന്റെ മുഖത്തുണ്ടേ. അപ്പുറത്താണെങ്കിൽ ബാലചന്ദ്രനും അളിയനും കൂടി ആ ഒരു യാത്ര തുടരുവാണ്. അപ്പൊ ബാലചന്ദ്രൻ അളിയന്റെ അടുത്ത് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും വൈജയന്തി എന്ന ആള് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആ വീട്ടിലുള്ള ഭൂതം ആ വൈജയന്തിയെ പിടികൂടും. അവളെ ആകാശത്തിട്ട് കറക്കി അമ്മാനം അടിക്കും. അമ്മാതിരി ഭൂതമായിരിക്കും അവളെ പിടിക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ ഒരുമാതിരി സമനില തെറ്റിയ അവസ്ഥയിലാട്ടോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. കാരണം ബാലചന്ദ്രന് അലീന അവിടെ നിന്നും പോകുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. അതിന്റെ ഒപ്പം നമ്മുടെ വൈജയന്തിയും കൂടെ തിരികെ വരുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ആ വീടിന്റെ അവസ്ഥ? താളം തെറ്റി വീണ്ടും പോകുമല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് നമ്മുടെ ബാലചന്ദ്രൻ. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? വൈജയന്തി ആ സത്യകഥ അറിയുമ്പോൾ, അതായത് അലീന താൻ പ്രസവിച്ച മകളാണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എങ്ങനെയായിരിക്കും? അത് വിശ്വസിക്കുമോ ഇല്ലയോ? കുറെ കാര്യങ്ങളുണ്ട് ഇനി നമ്മുടെ മഴതോര് മുമ്പിൽ വരാനായിട്ട് അല്ലെ. ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ അലീന രേവതിക്കുട്ടി എന്തോ പറയുന്നുണ്ട്. അതായത് രേവതിക്കുട്ടി പരിഭവം കാണിച്ചതിന്റെ കാരണം പറയുമ്പോൾ നമ്മുടെ അലീന ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു രംഗങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ. ബാക്കി കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.